സ്പ്ലെൻഡറും RX 100 എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വണ്ടിയാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്പ്ലെൻഡർ എടുത്താണ്. അപ്പോൾ അതിന് ചെറിയൊരു ലീക്ക് വന്നു. അപ്പോൾ നന്നാക്കാൻ പോയതാട്ടോ ഈ വീഡിയോ. ഇതിന് മുമ്പ് ഇതിന് ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് മേടിക്കുന്ന സമയത്ത് നമ്മൾ ആ ചേട്ടനോട് വിശദമായ കാര്യങ്ങൾ ചോദിച്ചാട്ടോ. ഇതിന് കെട്ടിമറിഞ്ഞ് നടക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു കംപ്ലയിൻ്റ് ഇല്ലെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അവർ പറഞ്ഞ പൈസയ്ക്ക് തന്നെ മേടിച്ച വണ്ടിയാട്ടോ. പക്ഷേ അതിന് ശേഷം ഇതിന് കംപ്ലയിൻറ്റ് വരികയൊക്കെ ചെയ്തിട്ടോ. മേടിച്ച് ഉടനെ ഒന്നും കംപ്ലയിൻറ്റ് വന്നില്ല, കുറച്ച് മാസങ്ങൾ യൂസ് ചെയ്തതിന് ശേഷമുള്ള കംപ്ലയിൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവസ്ഥ വന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഇതിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. നമ്മളെല്ലാ കംപ്ലയിൻറ്റിനും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് ലാസ്റ്റ് വന്ന വിഷയം എന്ന് പറഞ്ഞാൽ ലീക്കാണ്. അതും നമ്മൾ മാറ്റിയെടുത്തു. അപ്പോൾ നമ്മൾ ആരെങ്കിലും വണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ആ പൈസ കുറച്ചൊക്കെ കൊടുക്കട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ആശിച്ച് മോഹിച്ചൊക്കെ എടുക്കുന്ന വണ്ടിയൊക്കെ. അപ്പോൾ അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം എന്തെങ്കിലും വന്നെങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ മനസ്സിനൊക്കെ വിഷമമൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇത് മേടിക്കുന്നതിനകത്ത് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു അതിൻ്റെ പൈസ ഇത്രയാണെന്ന് അറിഞ്ഞപ്പോഴും, പിന്നെ ഇതിന് ഇച്ചിരി കംപ്ലയിൻറ്റുകളൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ആ ചേട്ടൻ നിങ്ങളെ പറ്റിച്ചു, നിങ്ങളൊരു പെണ്ണായതുകൊണ്ട് നിങ്ങളെ പറ്റിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. പക്ഷേ ആ ചേട്ടൻ അങ്ങനെ നമ്മളെ പറ്റിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ചേട്ടനെ അത്രയും വിശ്വസിച്ചുകൊണ്ടല്ല ആ ചേട്ടനെ നമ്മളിങ്ങനെ പറ്റിച്ചാണെങ്കിൽ പോലും പറ്റിക്കാൻ പറ്റിയാന്നുള്ളൊരു നിലപാടിലാട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അതാണേലും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കാനും മേടിക്കാനൊക്കെ നിൽക്കാനും എന്തായാലും സൂക്ഷിച്ചോട്ടോ. എല്ലാവരും നമ്മളെ പറ്റിക്കാനൊക്കെ ഇരിക്കുന്നവരാട്ടോ.